ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് നമ്മുടെ പൈനാപ്പിൾ ഹലുവയാണ്. അപ്പം ഞാൻ പാൻ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കശുവണ്ടി, ബദാം, മുന്തിരി എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലാക്കേ ഉപയോഗിക്കത്തുള്ളൂ. അതാണ് ഞാൻ മുന്തിരി ബ്ലാക്കാണ്. അപ്പോൾ കശുവണ്ടി, ബദാം, മുന്തിരി എല്ലാം ഞാൻ ഇട്ട് കൊടുത്തു. ഉണ്ടോ? അപ്പം ഇതൊന്നും ആകട്ടെ കേട്ടോ. നമ്മുടെ ഈ ഐറ്റമെല്ലാം ഈ പരിവായി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് പൈനാപ്പിളാണ് കേട്ടോ. പൈനാപ്പിളാണ്. പൊട്ടിത്തെറിക്കല്ലേ പൈനാപ്പിൾ. പിന്നെ വേറെ സ്ഥലത്തൊക്കെ ഇതിനാ കഴുത ചക്ക എന്നും പറയും. പൈനാപ്പിൾ എന്നും പറയും, കഴുത ചക്ക എന്നും പറയും കേട്ടോ. നമ്മൾ ഇതിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതാ ഇതിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതിനെ അങ്ങോട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇങ്ങനെ ഞാനിതിനെ ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ എന്താണ് ഫുഡൊന്നും ഇടാത്തത്, അതിലെ ഫുഡെല്ലാം കണ്ടിട്ട് ഞങ്ങൾക്ക് കൊതി വരുന്നു എന്നൊക്കെ പറയണവരുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് സിമ്പിളാണ്. ഇതൊക്കെ നമ്മൾ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. എല്ലാം സിമ്പിളാണ്. അപ്പോൾ ഇതൊന്ന് ചെറിയതായിട്ടൊന്ന് പാടട്ടെ കേട്ടോ. നമ്മുടെ കഴുതച്ചക്ക ഒരു ഇതായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് പഞ്ചസാര ഇങ്ങനെ തൂവി കൊടുക്കുക കേട്ടോ. പഞ്ചസാര ഇങ്ങനെ തൂവി കൊടുക്കുക. പഞ്ചസാര തൂവി കൊടുക്കുക. നമ്മൾ പഞ്ചസാര എല്ലാം ഇട്ട് കൊടുത്തു. ഇനി അതിൽ കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സ്വല്പം മൈദപ്പൊടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇളക്കുക. അതിങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ലോണം ഇങ്ങനെ ഇളക്കി കൊടുക്കണേ. ഇന്ന് കഴിഞ്ഞിട്ട് വരാം. നമ്മുടെ ഹലുവ ഇങ്ങനെ കിടന്ന് സ്റ്റവിൽ കിടന്ന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്.